ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന പറഞ്ഞൊന്നും സഹിക്കാൻ കഴിയാതെ ഇനി അർച്ചനയെ കിട്ടില്ല എന്ന ആ ഒരു ഇതിൽ സച്ചി ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അതിനായി ഒരു ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. സച്ചി പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഓർത്ത് അർച്ചന ആകെ വിഷമത്തിലാണ്. അതുപോലെ തന്നെ സച്ചി ആരതിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ആരതിയും ടെൻഷനിലാണ്. ആരതി ഒരുപാട് തവണ ഇപ്പോൾ സച്ചിയെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ സച്ചി ഫോൺ എടുക്കുന്നില്ല. വളരെയധികം ടെൻഷനിൽ തന്നെയാണ് ഇപ്പോൾ ആരതി. ഇനി ഒരിക്കലും എന്നെ കാണില്ല എന്ന് ആരതിയോട് സച്ചി പറഞ്ഞിരുന്നു. അതോർത്താണ് ഇപ്പോൾ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുന്നത് ആരതി. അങ്ങനെ ഇപ്പോൾ സച്ചി ബീച്ചിലെ ഒരു പാറയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഫോൺ കാറിനകത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. കയ്യിൽ ഫോൺ എടുത്തിട്ടില്ല. അർച്ചനയെ വിവാഹം കഴിച്ചതും വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവർക്ക് കുഞ്ഞുണ്ടായതും അങ്ങനെയെല്ലാം, പിന്നെ അർച്ചന കുറച്ച് സമയം മുന്നേ പറഞ്ഞ ആ വാക്കുകൾ, ഇതെല്ലാം തന്നെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് സച്ചി. അവൾക്ക് എന്നെ ഓർമ്മയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചി. പിന്നെ അർച്ചനയോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ, അതെല്ലാം തന്നെ സച്ചി വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. അർച്ചനയും സച്ചിയും തമ്മിൽ അന്ന് പിരിയാനുണ്ടായ ആ സാഹചര്യങ്ങളും ലക്ഷ്മി കാരണമുണ്ടായ ആ പ്രശ്നങ്ങളും അങ്ങനെയെല്ലാം തന്നെ സച്ചി വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് നിന്ന് പൊട്ടിക്കരയുകയാണ് സച്ചി. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഗോകുലും അർച്ചനയും ചിപ്പിയും ഗൗരി മോളും കൂടി അവരെല്ലാവരും കൂടി ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അർച്ചന വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, തൻ്റെ ടെൻഷൻ എന്താ ഇതുവരെ മാറിയില്ലേ? അവന്തികയുടെ സാറിൽ കുറച്ച് കറിയായെന്ന് കരുതി താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ, അബദ്ധത്തിലായാലും എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് ചിപ്പി പറയുന്നുണ്ട്, ആൻറ്റി അതൊന്നും കാര്യമാക്കണ്ട, അമ്മ വീട്ടിൽ പോയി അതെല്ലാം ശരിയാക്കിക്കോളും. അങ്കിളെ നമുക്ക് ബീച്ചിലേക്ക് പോകാം എന്ന് ചിപ്പി പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ നമുക്ക് നന്നായി അവരെ ട്രീറ്റ് ചെയ്യാം എന്ന് ഗൗരിമോൾ പറയുമ്പോൾ ഗോകുലും പറയുന്നുണ്ട്, അന്ന് അവന്തിക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം. ശേഷം എന്നിട്ട് ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അന്ന് വരെ മോളുടെ അമ്മ നമ്മുടെ കൂടെ കാണണമെന്നില്ല. ഇത് മോളോട് പറയാൻ അച്ഛന് സാധിക്കുന്നില്ലല്ലോ. എന്തായാലും മോളുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന അത്രയും സമയം അത് നമുക്ക് സന്തോഷിക്കണം. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഗോകുൽ. ശേഷം കാണിക്കുന്ന ആരതിയാണ്. ആരതിക്ക് ഒട്ടും തന്നെ സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇപ്പോൾ ബിജുക്കുട്ടൻ്റെ അടുത്തേക്ക്, സച്ചിയുടെ കൂട്ടുകാരനായി ബിജുക്കുട്ടൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ആരതി. ഈ സമയത്ത് എന്താ വക്കീലെ ഇവിടെ എന്ന് ബിജുക്കുട്ടൻ ചോദിക്കുമ്പോൾ, സച്ചിയെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി. ഇല്ല കണ്ടില്ല, വക്കീൽ വിളിച്ച് നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബിജുക്കുട്ടൻ. സച്ചി എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടതുപോലെ, എന്തോ കുഴപ്പമുണ്ട്, എവിടെയാണെന്ന് ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരുപാട് തവണ ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ എടുത്തിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വളരെയധികം ടെൻഷനോടെ പറയുകയാണ് ഇപ്പോൾ ആരതി. ഇത് കേട്ട് ബിജുക്കുട്ടൻ പറയുന്നുണ്ട്, വക്കീൽ ടെൻഷൻ അടിക്കേണ്ട, അവൻ എവിടെയെങ്കിലും ഓട്ടം പോയതായിരിക്കും. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഇല്ല, ഫോണിലൂടെ കേട്ട സച്ചിയുടെ ശബ്ദം അതെന്നെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. നമ്മളിനി എവിടെ പോയി അന്വേഷിക്കാനായി എന്നൊക്കെ ആരതി ചോദിക്കുമ്പോൾ, അവൻ പതിവായി പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്, സച്ചി സ്ഥിരമായി പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, നമുക്ക് അവിടേക്ക് പോയി അന്വേഷിക്കാമെന്ന് ബിജുക്കുട്ടൻ ആരതിയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ സച്ചിയെ തിരക്കി പോവുകയാണ്. പാറയുടെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ സച്ചി എല്ലാം ആലോചിച്ചുകൊണ്ട്. ഈ സമയം സച്ചിയേട്ടാ എന്നിങ്ങനെ അർച്ചന വിളിക്കുന്നത് പോലെ സച്ചിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങളും സച്ചി ആലോചിക്കുന്നുണ്ട്. അവൾ സമൃദ്ധിയല്ല അർച്ചനയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സമയം അതെനിക്ക് തന്നേ പറ്റൂ എന്ന് ഗൂഗിൾ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട് സച്ചി. ഈ സമയം ആരതി വീണ്ടും വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഫോൺ എടുക്കുന്നില്ല സച്ചി. സച്ചിയുടെ ഫോൺ കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചി പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ബിജുക്കുട്ടൻ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവിടെ എങ്ങും തന്നെ സച്ചി ചെന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ബിജുക്കുട്ടൻ ആരതിയോട് വന്ന് പറയുന്നുണ്ട്, അവനിവിടെ എങ്ങും തന്നെ ഇല്ല എന്ന്. ഞങ്ങൾ സ്ഥിരമായി പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്നാൽ അവന് സമാധാനം കിട്ടുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് അവിടേക്ക് പോയി നോക്കാം എന്ന് ബിജുക്കുട്ടൻ ആരതിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ആ ബീച്ചിലേക്ക് പോവുകയാണ്. എൻ്റെ ഗൗരിമോളെ താലോലിക്കാനും എന്നും എനിക്ക് കഴിയുന്നില്ലല്ലോ. സ്വന്തം ഭാര്യയും മകളും മറ്റൊരാളുടേതായി കഴിയുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല. എല്ലാം ഇതോടെ തീരട്ടെ എന്ന് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്. മരണം കൊണ്ടല്ലാതെ സച്ചിയെ അർച്ചനയും പിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഈ സമയം ആലോചിക്കുകയാണ് സച്ചി. അങ്ങനെ ഇപ്പോൾ ചെരുപ്പ് ആ പാറയുടെ മുകളിൽ ഊരിയതിനു ശേഷം പാറയുടെ അങ്ങേയറ്റത്തായി ഇങ്ങനെ മാറി നിൽക്കുകയാണ് സച്ചി. ശേഷം അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന കിടന്നുറങ്ങുകയായിരുന്നു. ഈ സമയം അർച്ചനയുടെ താലി ആരോ വലിച്ചു പൊട്ടിക്കുന്നതായി അർച്ചന സ്വപ്നം കാണുന്നു. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അർച്ചന. നോക്കുമ്പോൾ കഴുത്തിൽ താലി കാണുന്നില്ല. വളരെയധികം ടെൻഷനോടെ തന്നെ അവിടെയെല്ലാം തപ്പുന്നുണ്ട് അർച്ചന. ഇത് കണ്ടിപ്പോൾ ഗൗരി ഉണരുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടും ഗൗരി മോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും അർച്ചന ഒന്നും പറയുന്നില്ല. ഒരു ഭ്രാന്തിയെ പോലെ അവിടെ എല്ലാം കിടന്ന് തപ്പുന്നുണ്ട് ഇപ്പോൾ അർച്ചന മാല.
അമ്മ എന്തേ കാണിക്കുന്നത്, എനിക്ക് പേടിയാകുന്നു, അച്ഛാ ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞ് ഗൂഗിളിനെ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഗൗരിമോള്. ഈശ്വര എൻ്റെ താലി അതെവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അർച്ചന. ഈ സമയം ഗോകുൽ അവിടേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ എന്താണ് ഈ നോക്കുന്നത്, എൻ്റെ താലിമാല അത് കാണുന്നില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം നോക്കുന്നുണ്ട് അർച്ചന. അർച്ചന അങ്ങനെ കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോഴാണ് കട്ടിലിനടിയിൽ മാല കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇപ്പം ആ മാല വളരെയധികം അത് കണ്ടപ്പോഴാണ് അർച്ചനയ്ക്ക് ശ്വാസം നേരെ വീണത്. പെട്ടെന്ന് തന്നെ ആ മാല കയ്യിലെടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചന ആ മാലയെടുത്ത് താലിയെടുത്ത് ഇങ്ങനെ ഒരു ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കഴുത്തിലേക്ക് മാല എടുത്തിടുന്നുണ്ട്. എന്താടോ ഇതിന് ഇത്രയും പാനിക്കേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇതില്ലാതിരുന്നാൽ എന്തോ ഞാൻ കടലിൽ മുങ്ങി താഴുന്നത് പോലെയാണ് എനിക്ക്. ഗോകുൽ കിടന്നോളൂ എന്നിങ്ങനെ അർച്ചന പറയുന്നു. അങ്ങനെ ഗൗരി ഇപ്പോൾ അവിടെ പോയി കിടക്കുന്നുണ്ട് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ ഗോകുൽ അർച്ചനയെ ഒന്ന് നോക്കുന്നുണ്ട്. ഈ സമയം ആരതിയും ബിജിക്കുട്ടനും സച്ചി അന്വേഷിച്ച് ബീച്ചിൽ വന്നിരിക്കുകയാണ്. സച്ചിയുടെ കാർ ഇപ്പോൾ ആരതി കാണുന്നുണ്ട്. അത് സച്ചിയുടെ കാർ തന്നെയാണെന്ന് ബിജിക്കുട്ടനും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി അവിടെ സച്ചി അന്വേഷിക്കുകയാണ്. എന്നാൽ സച്ചി അവിടെ എങ്ങും കാണുന്നില്ല. ഞങ്ങൾ എപ്പോഴും ഇവിടെയാണ് ഇരിക്കാറ് എന്ന് പറഞ്ഞ് ബിജിക്കുട്ടൻ ആ പാറ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് പോയി നോക്കുന്നുണ്ട് ബിജിക്കുട്ടനും ആരതിയും കൂടി. അവിടെ അപ്പോൾ സച്ചിയുടെ ചെരുപ്പ് കിടക്കുന്നത് കാണുന്നുണ്ട് ആരതി. ബിജിക്കുട്ട ഇത് സച്ചിയുടെ ചെരുപ്പാണ് എന്ന് പറഞ്ഞ് അത് നോക്കി പൊട്ടി കരയുകയാണ് ഇപ്പോൾ ആരതി. എന്നിട്ട് സച്ചി എന്ന് വിളിച്ചുകൊണ്ട് അലറി കരയുന്നുണ്ട് ആരതി. അങ്ങനെ ഇപ്പോൾ ആരതിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ബിജിക്കുട്ടൻ. എന്നാലും സച്ചി എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആരതി. അങ്ങനെ ഇപ്പോൾ ആരതി ആ പാറയുടെ പുറത്ത് നിന്നും ഒരുവിധം വിളിച്ചുകൊണ്ട് ബിജിക്കുട്ടൻ താഴേക്ക് വരുന്നു. ഉടനെ അവിടെയുള്ളൊരു പോലീസ് ഗാർഡ് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ ആരെ അന്വേഷിച്ച് ഇവിടെ വന്നത്? ഉടനെ ബിജിക്കുട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളൊരാളെ അന്വേഷിച്ച് വന്നതാണ്. ഈ കാറിൽ വന്ന ആളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ആ ഗാർഡ് ചോദിക്കുമ്പോൾ ബിജിക്കുട്ടൻ പറയുന്നുണ്ട്, അതെ അത് തന്നെ, സച്ചി എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ പറയുന്നു, എൻ്റെ കൂട്ടുകാരനാണെന്ന് ആരതി പറയുന്നുണ്ട്. ഉടനെ ആ ഗാർഡ് പറയുന്നുണ്ട്, കുറച്ച് മുന്നേ ഈ കാറിൽ വന്ന ആൾ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടി എന്ന് ഗാർഡ് പറയുമ്പോൾ ഇത് കേട്ടിപ്പോൾ പൊട്ടിക്കരയുകയാണ് ആരതി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി